മേപ്പാടി ചൂരൽമലയിലെ ദുരന്തബാധിതരായ വോട്ടർമാർ ഇടതുമുന്നണിയെ കൈവിട്ടില്ല. അട്ടമല, പുത്തുമല, ചൂരൽമല വാർഡുകൾ യുഡിഎഫിൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുത്തു. 9, 10, 11 വാർഡുകളിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം PV ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് ജില്ലയിലെ ദുരന്തബാധിതർ ഇടതുമുന്നണിയെ നെഞ്ചോട് ചേർത്തു. അട്ടമല, പുത്തുമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ ദുരന്തബാധിതർ അവർ ആഘോഷത്തിലാണ്. ഇടതുമുന്നണി നെഞ്ചോട് ചേർത്തതിലും ഇടതുമുന്നണിയെ നെഞ്ചോട് ചേർത്തതിലും വിജയത്തെ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. കാരണം ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടാണ് UDF ഇവിടെ പ്രവർത്തനം നടത്തിയത്. പക്ഷേ സർക്കാർ കൈവിട്ടിട്ടില്ല. ജനം എന്നും സർക്കാരിന് കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ദുരന്തം നടന്ന വാർഡിൽ നിന്ന് ഞങ്ങൾക്ക് ജയിച്ചു വരിക എന്നുള്ളത്. അത് വളരെയധികം അഭിമാനമുണ്ട്. ഈ ജയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചേർന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും. എങ്ങനെയുണ്ട് വിജയത്തിനെ കുറിച്ച് എന്താ പറയാൻ? ജനങ്ങൾ തന്ന അംഗീകാരമല്ല ഈ വിജയം എന്ന് പറയുന്നത്. ദുരന്തബാധിത പ്രദേശത്ത് മുഴുവൻ വാർഡുകളും LDF പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സർക്കാർ വിജയിച്ചു എന്നാണ്. സർക്കാരിൻ്റെ വിജയമാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടി ജനങ്ങൾ നിന്നു എന്നുള്ളതാണ് അവരെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ. ഒരു ദുരന്തബാധിതരായ ഒരാളാണ്, അതിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ വിജയത്തെ എങ്ങനെയാണ് കാണുന്നത്? പണാധിപത്യത്തിന് മേലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്നും യഥാർത്ഥ സത്യം എന്താണെന്നും തിരിച്ചറിഞ്ഞ ദിവസമാണിത്. LDF സർക്കാർ ജനങ്ങൾ കൂടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നത്, ആളുകൾ തിരിച്ചറിഞ്ഞ് ഈ വോട്ടർമാർ തിരിച്ചറിഞ്ഞ ദിവസമാണ് നിന്ന്. ആ ദിവസത്തിൻ്റെ മികവുറ്റ ചിത്രങ്ങളാണ് ഈ 3 സ്ഥാനാർത്ഥികളും. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഈ നാട്ടുകാർ തീരുമാനിക്കും. ദുരന്തഭൂമിയിൽ അന്ന് സർക്കാർ ചെയ്ത എല്ലാ കാര്യങ്ങളും ദുരന്തബാധിതർ ഇന്നും ഓർക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. അവർക്ക് ഇനിയും വീടുകൾ പണിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ സർക്കാരിന്റെ പിന്തുണയും ആവശ്യമുണ്ട്. അതിന് ഇടതുമുന്നണിയെ നെഞ്ചോട് ചേർക്കണം എന്ന് ആഗ്രഹിച്ചവരാണിവർ. നേരത്തെ UDF ഭരിച്ചിരുന്ന എല്ലാ വാർഡുകളും ഇന്ന് ഇടതുമുന്നണി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ യാഥാർത്ഥ്യം. മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.